തൻ്റെ മകൾക്ക് സംഭവിച്ചത് മറ്റൊരാൾക്കും സംഭവിക്കരുതെന്ന് ഡോക്ടർ വന്ദനാദാസിൻ്റെ പിതാവ്. ഒറ്റ മകളായിരുന്നു. മകളുടെ ആത്മാവിന് ശാന്തി ലഭിക്കണമെന്നും ശിക്ഷാവിധിക്കായുള്ള കാത്തിരിപ്പിലാണെന്നും മോഹൻദാസ് ജനം ടിവിയോട് പറഞ്ഞു. ഡോക്ടർ വന്ദന കൊലക്കേസിൽ ഇന്ന് കോടതി കുറ്റക്കാരനാണെന്ന്, അതായത് പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വന്ദനയുടെ അച്ഛൻ ഇന്ന് കോടതിയിലേക്ക് എത്തിയിരുന്നു. അച്ഛൻ മോഹൻദാസ്, അദ്ദേഹം ഇവിടെയുണ്ട്. എന്തായാലും ഈ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടവും തൃപ്തികരമായിരുന്നു. അന്വേഷണത്തിന് എല്ലാ ഓരോ ഘട്ടവും തൃപ്തികരമായതിൻ്റെ അതിൻ്റെ ഫലമാണല്ലോ ഇത്രയും ഈ പറഞ്ഞ കേസ്, ഇതുപോലെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും തെളിഞ്ഞായിട്ട് വിധി പറയുന്നതിന് കോടതിക്ക് സാധിച്ചത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉദ്യോഗസ്ഥന്മാരും ജോസ് സാർ ഉൾപ്പെടെയുള്ള ടീമിലെ ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ അഡ്വക്കേറ്റ് അദ്ദേഹത്തിൻ്റെ ടീമിലെല്ലാ വക്കീലന്മാരും മറ്റ് സാക്ഷികളും എല്ലാവരും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് വിധി ഉണ്ടായത്. നമ്മളതിനു വേണ്ടി മറ്റുള്ള ഈ പറഞ്ഞ അവരെ നിർബന്ധിച്ച് അതൊന്നുമല്ല, എല്ലാം സത്യസന്ധമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളാണ്. അവർ പറഞ്ഞ പ്രതി 2, 3, 4 പേരെ പറഞ്ഞ അവർ പോലും ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞത്. അപ്പം എല്ലാ വിധത്തിലും ഈ പ്രതിക്ക് യാതൊരു വിധത്തിലുള്ള നിയമ സംരക്ഷയും കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നാണ്, അങ്ങനെയാണ് നമ്മളെ എല്ലാവരെയും പോലെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം കോടതിയിലിരിക്കുന്ന കാര്യങ്ങളാണല്ലോ കോടതിയെല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമുക്കത് മുൻകൂട്ടി പറയാനായിട്ട് നമുക്ക് ആളല്ല. മകൾക്ക് സംഭവിച്ചത് മറ്റാർക്കും ഇനി സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന, നമുക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു തീരാ നഷ്ടം. നമുക്ക് വേറെ ആരും ഇല്ല, ഞങ്ങൾക്ക് വേറെ ലക്ഷ്യമില്ല, ഒന്നുമില്ല. അപ്പം അത് അങ്ങനെ ഒരു അനുഭവത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ അതിനാണ് ഞങ്ങൾ ഇത്രയും നാൾ 2 വർഷവും 10 മാസവും 7 ദിവസവും ഞങ്ങൾ കേസിൻ്റെ പുറകെ കിടന്ന് ഹൈക്കോടതിയിൽ പല പ്രാവശ്യം പോയി, സുപ്രീം കോടതിയിൽ പോയി, ഇവിടെ പോയി, കൊട്ടാരക്കരയിൽ പോയി. ഇതെല്ലാം നമ്മൾ അങ്ങനെ ഫോളോ അപ്പ്. ഞങ്ങളറിയാം, കടുത്തിരുത്തി നിന്ന് കോട്ടയം കടുത്തിരുന്ന് ഇവിടെ വന്ന എല്ലാ ദിവസവും രാവിലെ വരും. അതിനുവേണ്ടി നമ്മൾ കൊച്ചിൻ്റെ ആത്മാവിൻ്റെ ശാന്തി കിട്ടുന്നതിന് വേണ്ടിയെങ്കിലും നമുക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അച്ഛനും അമ്മയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ മകളേറെ ആഗ്രഹിച്ച ഒരു പ്രൊഫഷനായിരുന്നു. അതെ, അതൊരു പ്രൊഫഷനായിരുന്നു. അതുപോലെ തന്നെ കയ്യിൽ ഉള്ളതുപോലെ തന്നെ അവിടെ ശേഷി അനുസരിച്ചുള്ള എല്ലാവരെയും സഹായിച്ചു പോകുന്നത്. പഠിക്കുന്ന കാലത്താണേലും അതിന് ശേഷവും ഈ പറഞ്ഞേക്കുന്ന ഇവിടെ വരുമ്പോഴത്തേക്കും അത്രയും. ഇപ്പം വിധി 17-ാം തീയതി വരട്ടെ, 19-ാം തീയതി വരുമ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്കതിൽ കോടതി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ആദ്യം പറയുന്നത് ശരിയല്ല. അത് തീർച്ചയായും ഏതായാലും ഇനി 19-ാം തീയതി ഈ ശിക്ഷാവിധിയിലേക്കുള്ള ഒരു കാത്തിരിപ്പിലാണ് കുടുംബവും. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഈ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തെക്കുറിച്ചും. എന്തായാലും ഇനി ആ ദിവസത്തേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. ബിജു പരവൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.